ഗുഡ് മോർണിംഗ് ഗൈസ്. ഓക്കെ, കുറെ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എങ്ങനെ വെയിറ്റ് കുറച്ചു എന്ന് നിങ്ങളെ അറിയിക്കണം എന്നുള്ളത്. അതായത് എൻ്റെ പ്ലാൻ ഒരു വല്ലാത്ത പ്ലാനാണ്. ആ പ്ലാന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. 81.5 കിലോ ഉണ്ടായിരുന്ന ഞാൻ വെറും 28 ദിവസം നാച്ചുറലായിട്ട് ഡയറ്റ് ചെയ്തിട്ട്, വേറെ ഒന്നുമില്ല, നാച്ചുറൽ ഡയറ്റ് ചെയ്തിട്ട് അങ്ങ് കുറച്ച് 70 കിലോ ആക്കി. എന്ത് പ്ലാനാണെന്നറിയോ? മമ്മൂട്ടി ഡയറ്റ് പ്ലാൻ. എങ്ങനെയുണ്ട്? മമ്മൂട്ടി ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ്, ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാൻ നിൽക്ക്. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറലായിട്ട് വെയിറ്റ് കുറയ്ക്കുക. വെറുതെ തീറ്റ കുറച്ചാൽ മാത്രം പോരാ, എക്സസൈസും ചെയ്യണം. ഫുൾ പരിപാടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണെന്നത് പരിപാടി? മമ്മൂട്ടി ഡയറ്റ് പ്ലാൻ നോക്കാം. ഓക്കെ, ഇതൊരു വലിയ ടാസ്ക് ഉള്ള പരിപാടിയാണെന്ന് ചോദിച്ചാൽ ഉള്ള പരിപാടി തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചോറക്കത്തുനിന്ന് ജീവിക്കുന്ന ആളാണ്. പെട്ടെന്ന് ചോറ് ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവും അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. രാവിലെ എണീച്ച ആ സമയത്ത് പല്ലൊന്നും തേക്കാതെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3 തുള്ളി ചെറുനാരങ്ങ കൊണ്ട് ഉറ്റിക്കും. എന്നിട്ട് അങ്ങോട്ട് കുടിച്ചു തീർക്കും. എന്നതിന് ശേഷം ടോയ്ലറ്റിലൊക്കെ പോയി പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം 2 ഈത്തപ്പഴം, അതേപോലെ തന്നെ കുറച്ച് കടല, കണ്ടില്ലേ, ഈ നാടൻ കടല, ഇതും കുറച്ച് കഴിക്കും. എന്നതിന് ശേഷം ഒരു 2 വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന വേറൊരു സാധനമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ട കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മുട്ട കഴിക്കുമ്പോൾ അതിൽ ഉണ്ണി നമ്മൾ കഴിക്കാറില്ല. ഇതൊന്നല്ല സർപ്രൈസ്. ഈ ബൗളിൻ്റെ പേര് മമ്മൂട്ടി ബൗൾ എന്നാണ്. കേട്ടോ, മമ്മൂട്ടി ബൗള്. നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം. എണ്ണയിലിട്ടതും നെയ്യിലിട്ടതും കഴിക്കരുതെന്നുള്ളൂ. ഈ ഒരു ബൗളിൽ നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. പൂച്ച അടുക്കളയിൽ കയറി. ഈ ബൗള് വളരെ ചെറുതാണ്. ഈ ബൗളിൽ നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. മമ്മൂട്ടി കഴിക്കുന്ന രീതി എങ്ങനെ അറിയോ? വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ. എല്ലാ ഭക്ഷണം കഴിക്കാറുണ്ട് താനും, പക്ഷേ ഒരു പിടി, ആ ഒരു പിടിയാണ് ഇതാണ് മമ്മൂട്ടി ബൗള്. ഞാനിട്ട പേരാണേ. ഓക്കെ, അപ്പോൾ ആ ഒരു കോഴിമുട്ടയുടെ വെള്ളമൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായിട്ടിരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പുമാവ്. മമ്മൂട്ടി ബൗളിൽ തന്നെ കുറച്ച് ഉപ്പുമാവ്. ഈ ഉപ്പുമാവ് യവം റൈസിൻ്റെയാണ്. ഇത് നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കാനുള്ള റൈസാണ്. യവം റൈസ്, അതുപോലെ തിന റൈസ്, ഇതൊക്കെയാണ് കഴിക്കുക. ചോറ് ഒഴിവാക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. സോറി, ചോറ് ഒഴിവാക്കാം, കൂട്ടത്തിൽ യവം റൈസ് അങ്ങനെ തരുന്നു കഴിച്ചാൽ മതി. ഇത് 1/2 കിലോന് 75 രൂപ ഉണ്ട്. ഓരോ മാർക്കറ്റിനനുസരിച്ച് റേറ്റ് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് ഫുഡായിട്ടുള്ളത്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? അതാണ് ഈ കഴിക്കുക എന്നുള്ള സാധനമാണ് ഡയറ്റിലെ മെയിൻ സാധനം. എക്സസൈസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് അത് ഞാൻ കാണിച്ചു തരാം. അവിടെ കുറച്ച് ഇരുട്ടായതുകൊണ്ട് ഞാൻ വെളിച്ചത്തിലോട്ട് തന്നെ കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് ആ റൈസ്. സോറി, ഇതാണ് ആ ഫുഡ്. ഇതിൽ ചീരയുണ്ട്, കുക്കുംബറുണ്ട്, പിന്നെ യോഗട്ട് ഉണ്ട്. ചില ആളുകൾ വിചാരിക്കും യോഗട്ട് കഴിച്ചാൽ തടിക്കല്ലേ ചെയ്യാന്നുള്ളത്. പക്ഷേ അതൊരു മണ്ടത്തരം. യോഗട്ട് ഡയറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫുഡാണ്. തടി കുറയ്ക്കാൻ നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം ഉച്ചയ്ക്ക് കഴിക്കാൻ. അപ്പോൾ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് കഴിക്കണ്ടേ എന്ന് ചോദിക്കും. അത് താല്പര്യമുള്ള ആളുകൾ കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ സ്വന്തം, അയ്യോ കിട്ടുന്നില്ല, ഇതാണ് തണ്ണിമത്തൻ. ഇതിനെ കിരൺ എന്നാണ് വിളിക്കുക. ഈ ഒരു സാധനം ഒരു 3-4 മണിയാകുമ്പോൾ, ഞാൻ ജിമ്മിന് പോകുന്ന സമയം 4 മണിയാണ്, ആ സമയത്ത് കുറച്ചിത് കഴിക്കും. ഇത് കുറച്ച് മുറിക്കും. ഇത് നാച്ചുറൽ ഷുഗർ ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ബാക്കി പറഞ്ഞുതരാം, ഡയറ്റ് പ്ലാൻ ഫുള്ള് പറഞ്ഞിട്ടില്ല, പറഞ്ഞുതരാം. ഇതൊരു 2-3 കഴിക്കും, കഷ്ണങ്ങൾ ഒന്നാകല്ല. അത് കഴിഞ്ഞ് തിരിച്ച് ജിമ്മൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെയിൻ സാധനം. ഇതാണ് കമ്പം. ഈ കമ്പം നമ്മൾ രാത്രി പുഴുങ്ങി ഒന്നങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ കിടന്നുറങ്ങാൻ നേരത്ത് കുറച്ച് വെള്ളം, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫുഡ് ഡയറ്റ്. ഇത് ഡെയിലി മാറ്റുട്ടോ. അതെന്താ വെച്ചാൽ ഇന്ന് കാണിക്കാൻ കഴിയുന്ന കുറച്ച് ഫുഡ് ഇതാണ്. നാളെ ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതിൽ നമ്മുടെ ചിക്കൻ ഉണ്ടാകാം, അതുപോലെ തന്നെ ഏതൊരു ഫിഷ് ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റാമെന്നുള്ളതാണ്. എന്തായാലും പൂർണ്ണമായിട്ടും നമ്മൾ റൈസ് ഒഴിവാക്കിയിട്ട് ഒരു ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ട്രൗസർ പൊളിയും ചെയ്യും, കുറച്ച് പ്രശ്നമാണ്. പിന്നെ ഹെൽത്തി പ്രോബ്ലംസ് കുറച്ച് ഉണ്ടാവും. തുടക്കത്തിൽ നമുക്ക് എന്തായാലും ചോറ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ തുടക്കക്കാരിൽ ഞാൻ തുടക്ക സമയത്ത് ചെയ്തിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ചോറ് കഴിക്കും, വളരെ കുറച്ച് നമ്മുടെ മമ്മൂട്ടി ബൗളിൽ കഴിക്കും. അത് വിശപ്പ് മാറൂല, ഉറപ്പാണ്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ വെള്ളം കുടിക്കുക. പിന്നെ മെയിനായിട്ടുള്ള സാധനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജിമ്മിൽ പോയിട്ട് കാണിക്കാനുള്ളതാണ്. അത് ഞാൻ ജിമ്മിൽ നിന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ തടി ഒരു പ്രശ്നമായി തോന്നുന്നുണ്ട് എങ്കിൽ
നിർബന്ധമായി നിങ്ങൾ തടി കുറയ്ക്കണം. കാരണം നിങ്ങളുടെ തടിയാണ് നിങ്ങളുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നത്. വെറും ഹെൽത്തിനെ മാത്രമല്ല, നമ്മുടെ ബ്രെയിനിനെയും ശരിയായ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു ദിവസം കോഴിക്കോട് എൻ്റെ കമുദിയത്തുനിന്ന് പോയപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് അതിൻ്റെ പ്രശ്നം മനസ്സിലാവുന്നത്. വീട്ടിലിരുന്ന് യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് ഞാനങ്ങ് തടി കൂടിയ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു കംഫർട്ടല്ല, ഒരു ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചു. പണ്ട് പോഞ്ഞിക്കരയാണ്, മിസ്റ്റർ മലപ്പുറം കേരളമൊക്കെ അടിച്ച ആളാണ്. പക്ഷെ എന്താ ചെയ്യുക, ഏതോ കാലഘട്ടത്തിൽ 2009 പിന്നൊന്നും ജിമ്മ് തൊട്ടുപോലില്ല. ഇപ്പോൾ അതാ വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, നെയ്യ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു തരത്തിലുള്ള ഈ ഒരു മസാലപ്പൊടികളൊന്നും ഉപയോഗിക്കാതിരിക്കുക. വേറൊരു ഫുഡ് ഡയറ്റ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് ഫിഷ് ആണെങ്കിലും ഏത് മീറ്റ് ആണെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ കഴിയുന്ന ഒരു കിഡിലൻ സാധനം കൂടി ഉണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ജിമ്മിലൊരു 4 വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം മമ്മൂട്ടി ഡയറ്റ് പ്ലാൻ. ജിമ്മിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അത് നമ്മളെ കാർഡിയോ എക്സസൈസാണ്. കാർഡിയോ നമ്മൾ നിർബന്ധമായി ചെയ്യണം. 15 മിനിറ്റ് സൈക്കിൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം ഓടും. തുടക്കത്തിൽ ഞാൻ ആദ്യം ഓടാറാണ് പതിവ്, പക്ഷേ ഒരു മാറ്റം എപ്പോഴും നല്ലതാണ്. പുതിയ രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്ന് 15 മിനിറ്റ് സൈക്കിൾ, അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട മറ്റൊരു എക്സസൈസ് വയറിനുള്ള എക്സസൈസുകളാണ്. അതിൽ വന്നേ പ്രധാനമായും ചെയ്യേണ്ട എക്സസൈസ് അത് ജമ്പിങ് എക്സസൈസുകളാണ്. ഓക്കെ, ഇതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റൂല. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ സംഭവം. ഈ ഒരു സാധനമാണ് ഡെയിലി വർക്കൗട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഫക്ട് ചെയ്യുന്ന കുറെ കളികളാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മമ്മൂട്ടി ഡയറ്റ് പ്ലാനും മമ്മൂട്ടി എക്സസൈസ് ഇതാണെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മളുടെ എക്സസൈസ്. ഓക്കെ, അപ്പൊ ഇനി വെയിറ്റ് ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എക്സസൈസ് ഇവിടെ കിടക്കട്ടെ. നമുക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് അടുത്ത വീഡിയോയിൽ ചേർക്കാം. കാർഡിയോ കഴിച്ചിട്ടില്ല, സൈക്കിൾ ചെയ്യാണ്ട്, അതേപോലെ റണ്ണിങ് ഉണ്ട്, ഫുൾ ആയിട്ടൊന്നുമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളാ ചെയ്യാന്നുള്ളതിന്റെ ഒരു ചെറിയ രൂപം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഒരു മമ്മൂട്ടി ഡയറ്റ് പ്ലാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മളുടെ രീതിയിലുള്ള എക്സസൈസുകളാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് സാധനങ്ങളും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ വീണ്ടും വരാം. അതുവരെയും സന്ദീപ്.